ഹായ്, റീന പിലാക്കാട്ടാണ്. ഞാനുള്ളത് ഇപ്പോൾ കോട്ടക്കടവ് നിന്ന് കോട്ടയിലേക്ക് പോണ വഴി പൊറാഞ്ചേരി റോഡിന് ഇങ്ങനെ അവിടുന്ന് ഇറങ്ങിയിട്ട് വന്നാൽ ഇവിടെ ഷാപ്പിലെ രുചികൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് കണ്ടോ? ഇതിൻ്റെ പുറകിൽ കള്ള് ഷാപ്പാണ്. പക്ഷെ ഇവിടെ കള്ള് ഷാപ്പിലേക്കുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന കറികൾ ഉണ്ടാക്കുന്ന ഒരു എന്താണ്, നമ്മളൊന്ന് പോയി വെക്കാം. അവിടെ ഇതുണ്ടോ, ഇത്ര ഐറ്റംസ് ഒക്കെ ഉണ്ട്. വാ വാ ഞങ്ങളെ ഇവിടുത്തെ ഐറ്റംസ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്ന്. അപ്പോൾ നമ്മളൊന്ന് കിച്ചണായിട്ട് ഉണ്ടാക്കാം. ഇതൊന്ന് കുത്തിയേക്കാം. ഞാൻ പറഞ്ഞോ ഒന്ന് ഇതൊക്കെ ഒന്ന് കാണിച്ചു തന്നാലേ എന്തെല്ലാം ഐറ്റാണ് ഇവിടെ ഉള്ളത്. ഐറ്റംസ് ഇന്നിപ്പോ ഉള്ളത് നമുക്കിതാ ഞണ്ടുണ്ട്. ഇത് കടൽ അല്ലല്ല പുഴഞ്ഞുണ്ട്. പിന്നെ ഇത് മുരിറച്ചിയുണ്ട്. ഇതിപ്പോ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആണല്ലോ. ഇത് മഴക്കാലമായാൽ കിട്ടൂല. കുറച്ചും കൂടെ ഒക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് ചിക്കൻ പെരട്ടാണ്. ചിക്കൻ പെരട്ട്. പിന്നെ അതുപോലെ കടുക്ക, കല്ലുമ്മക്കായ. ഇപ്പൊ ഏകദേശം കഴിയാനായി തുടങ്ങിയില്ലേ? ഇപ്പൊ കിട്ടാണ്ട് സാധനം. ഇപ്പൊ നല്ലോണ്ട്. അതെ അതെ, ഇപ്പൊ നല്ലോണ്ട്. ഇത് പിന്നെ ജീരാക്കോഴിയാണ് നമ്മള് സ്പെഷ്യൽ ഐറ്റംസ്. ജീരാക്കോഴി. ഇത് നാടനാണോ? അത് അല്ല, അത് ലഗോൺ കോഴിയാണ്. പിന്നെ മീനിന്റെ തലക്കറിയാണ്. തലക്കറി. പിന്നെ അതുപോലെ അത് പോർക്ക്, പന്നിയിറച്ചി. ബീഫാണ്. ബീഫ് വളർത്തിയത്. പിന്നെ ചിക്കൻ പാർട്സ് ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്? പിന്നെ ഇതിലേക്ക് എന്താ അതെന്താ? അല്ല, അത് കഴിഞ്ഞു. പിന്നെ എന്താ ഉണ്ടാകില്ല? അതിലേക്ക് പിന്നെ കപ്പയാണ് ഉണ്ടാവും. കപ്പ ഉണ്ടാവും. പിന്നെ നൈസ് പത്തിരി, പൊറോട്ട, പൊരിച്ച പത്തിരി, പിന്നെ പുട്ട്, ചപ്പാത്തി, അങ്ങനെ ഐറ്റംസ് ഒക്കെ. എത്ര മണിക്ക് തുടങ്ങും? ഞങ്ങളൊരു 10 മണിയൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ആവും. രാവിലെ റെഡി ആവും ഭക്ഷണങ്ങൾ. ഒരു 10-11 മണിന്റെ ഉള്ളിൽ ഏകദേശം എല്ലാം റെഡി ആവും. എന്നിട്ട് എത്ര മണി വരെ ഉണ്ട്? 9 മണി വരെ. 9 മണി വരെ ഉണ്ടാവും. നമ്മൾ ഷാപ്പിലേക്കുള്ള ഫുഡ് ആയതുകൊണ്ട് 9 മണി വരെ ഷാപ്പുള്ള ടൈം വരെ. 9 to 9 ആണ് ടൈം. ഫുഡ് ആകുമ്പോഴത്തേക്ക് ഒരു 10-10:30 ഉള്ളിൽ ഏകദേശം റെഡി ആവും. ഇത് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇത് കണ്ട് ആള് വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഞങ്ങളിവിടെ അങ്ങാടിന്ന് വാങ്ങലുണ്ട്. പുഴമീനും ഞണ്ട കിട്ടുന്ന സ്ഥലമുണ്ട്. പിന്നെ ചൂണ്ടക്കാരെന്തെങ്കിലും ഐറ്റംസ്. പിന്നെ സ്പെഷ്യല് ശനി ഞായറൊക്കെ ആട്ടുന്തല, അങ്ങനത്തെ ആട്ടുന്തല, ലിവർ, ബോട്ടി, അങ്ങനെ മാറി മാറി ഉണ്ടാക്കുന്ന ഐറ്റംസ്. എങ്ങനെ ചെലവ് ഉണ്ടാവില്ലേ? എല്ലാ സാധനങ്ങളും ഉണ്ടാക്കണതൊക്കെ തീരും. ഉണ്ടാക്കണതൊക്കെ തീരും. ആരാണ് പാചകം? ഞാൻ തന്നെ. ആണോ? അത് ശരി. നല്ല പാചകക്കാരനാണല്ലേ? കുഴപ്പമില്ലാത്ത അഭിപ്രായമാണ് പറഞ്ഞത്. ആണല്ലേ? എല്ലാരും കഴിച്ചിട്ട് കണ്ടിട്ട് നല്ല ഇതുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞങ്ങളും ഒന്ന് കഴിച്ചോ? ഓക്കെ തീർച്ചയായും.